കർക്കിടക മാസം 1-ാം തീയതി. ഉണ്ണിക്കുട്ടൻ രാവിലെ ഉറക്കമുണർന്നെഴുന്നേറ്റു താഴത്തേക്ക് വന്നപ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും കുട്ടേട്ടനും കുളിയും തൊടിയിലും കഴിഞ്ഞു വന്നിരിക്കുന്നു. എല്ലാവരും നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടിട്ടുമുണ്ട്. മുത്തശ്ശിയും അമ്മയും ദശപുഷ്പം അരച്ചു തൊട്ടിട്ടുമുണ്ട്. ആകപ്പാടെ വല്ലാത്ത ദേഷ്യമാണ് ഉണ്ണിക്കുട്ടന് തോന്നിയത്. രാവിലെ കുളിക്കാൻ പോകുമ്പോൾ തന്നെയും കൊണ്ടുപോകണമെന്ന് അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. കൊണ്ടുപോകാമെന്ന് അമ്മ പറഞ്ഞതുമാണ്. എന്നിട്ട് ഒരക്ഷരം പോലും ശബ്ദിക്കാതെ കുളിച്ചു തൊഴുതു വന്നിരിക്കുന്നു. നല്ലൊരു ദിവസമായിട്ട് മുത്തശ്ശിക്കെങ്കിലും തന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ തോന്നിയില്ലല്ലോ. ഇന്ന് വീട്ടിൽ രാവിലെ കുളിച്ചു തൊഴാത്തവരായി താനും അമ്മിണിയും മാത്രമേയുള്ളൂ. ഉണ്ണിക്കുട്ടൻ അമ്മയോട് ചോദിച്ചു, എന്നെ എന്തേ കുളിക്കാൻ കൊണ്ടുപോവാഞ്ഞത്? നിന്നെ ഇവിടെ വെള്ളം കാച്ചി കുളിപ്പിക്കാം. ഞാൻ അതല്ല ചോദിച്ചത്. കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തേ കൊണ്ടുപോവാഞ്ഞതെന്നാണ്. ഞാനത് മറന്നു. മറന്നോണ്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാ. അമ്മ അതിന് മറുപടി ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി. ദേഷ്യം തീർക്കാൻ എന്ന പോലെ ഉണ്ണിക്കുട്ടൻ വെറുതെ നിലത്ത് 2 ചവിട്ട് ചവിട്ടി. തനിക്ക് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടെന്ന് അമ്മ മനസ്സിലാക്കട്ടെ. അപ്പോഴാണ് എന്തോ എടുക്കാനായി കുട്ടേട്ടന്റെ ഒരു വരവ്. കുട്ടേട്ടൻ ചോദിച്ചു, എന്തിനാ നിലം ചവിട്ടിപ്പൊളിക്കണ? തോന്നിയിട്ട്. ചവിട്ടിപ്പൊളിച്ചോ, ഇക്കെന്താ? എന്റെ കാലിലല്ലോ വേദനിക്കുക. കുട്ടേട്ടൻ അടുക്കളയിൽ നിന്നും പാൽക്കിണ്ടി എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി. കുളിച്ചു കുറിയിട്ട് ചെവിക്കിടയിൽ ചെമ്പരത്തിപ്പൂവും തുളസിപ്പൂവും ചൂടി വലിയൊരാളുടെ ഭാവത്തിലാണ് ഇന്ന് കുട്ടേട്ടൻ. രാവിലെ മുതിർന്നവരുടെ കൂടെ കുളിച്ചു തൊഴാൻ സാധിച്ചതുകൊണ്ടുള്ള ഒരു ടിപ്പ്. കുട്ടേട്ടൻ പാൽക്കിണ്ടിയുമായി പോയ ശേഷവും ഉണ്ണിക്കുട്ടൻ കുറച്ചുനേരം നിന്നിടത്തു തന്നെ നിന്നു. ഇനി എന്താണ് വേണ്ടത്? ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ വിളിച്ചാൽ പോകണോ എന്ന് ആലോചിച്ചു. വേണമെന്നോ വേണ്ട എന്നോ തീർച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല. വരട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, സൗകര്യം പോലെ തീർച്ചപ്പെടുത്താം. പെട്ടെന്നു മച്ചിൽ പോയൊന്ന് നോക്കണമെന്ന് തോന്നി. അവിടെ ശീവോദിക്ക് വെച്ചിട്ടുണ്ടാകും. ശീവോദിക്ക് വെക്കുന്നത് കാണാനും തന്നെ വിളിച്ചില്ല. മച്ചിൽ ചെന്ന് നോക്കിയപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിന്റെ പിന്നിൽ ശീവോദിക്ക് വെച്ചിരിക്കുന്നു. ചന്ദനത്തിരിയുടെയും മട്ടിപ്പശയുടെയും മണമാണെങ്ങും. ശിവോദിക്ക് വെച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ അടുത്തു വന്നു നോക്കി. ഉണ്ണിക്കുട്ടൻ അത്ഭുതത്തോടെ പുഞ്ചിരിച്ചു. എന്തെല്ലാം സാധനങ്ങളാണ്! കണ്ണാടി, വാൽക്കണ്ണാടി, പാവുമുണ്ട്, സിന്ദൂരച്ചെപ്പ്, ചാന്ത്, കൺമഷിക്കൂട്, വെറ്റില, കളിയടയ്ക്ക, ഓട്ടുകിണ്ടി, ദശപുഷ്പം അരച്ചത്, പിന്നെയും എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ വക സാധനങ്ങളെല്ലാം തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നത് മുത്തശ്ശിയാകും. ഇവയൊക്കെ നിരത്തി വയ്ക്കുന്നത് കാണാനും കൂടി മുത്തശ്ശി തന്നെ വിളിച്ചില്ലല്ലോ. ഉണ്ണിക്കുട്ടന് മുത്തശ്ശിയോട് കലശലായ അമർഷം തോന്നി. മുത്തശ്ശിയുടെ കുത്തി വളർത്തിയ കാത് വല്ലയിടത്തും കുടുങ്ങി അറ്റുപോകണമെന്ന് അവൻ ആശിച്ചു. ഉടൻ തന്നെ വേണ്ടെന്ന് തോന്നുകയും ചെയ്തു. മുത്തശ്ശിക്ക് വേദനിക്കില്ലേ? എന്തൊക്കെയായാലും തന്റെ മുത്തശ്ശിയല്ലേ. മച്ചു കാണാൻ എന്തൊരു ഭംഗിയാണെന്ന്! വെളിച്ചം, വാസന. പച്ചപ്പപ്പടത്തിന്റെയും കൂറക്കാട്ടത്തിന്റെയും മണം ഇപ്പോൾ തീരെയില്ല. ചന്ദനത്തിരിയുടെയും മട്ടിപ്പശയുടെയും മണമുള്ളത് കൊണ്ടാകും. അമ്മ മച്ചിൽ വന്ന് ചോദിച്ചു, അമ്മയുടെ കുട്ടി ഇവിടെ ഉണ്ടോ? ഉണ്ണിക്കുട്ടൻ ശബ്ദിച്ചില്ല. ഗൗരവഭാവത്തിൽ മച്ചിന്റെ തട്ടുതരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. താൻ എവിടെ ഉണ്ടായാൽ എന്താ അമ്മയ്ക്ക്? വാ, കുളിപ്പിക്കട്ടെ. ചൂടുവെള്ളം കാലായിക്കണു. ഉണ്ണിക്കുട്ടൻ അനങ്ങാതെ നിന്നു. അമ്മ വീണ്ടും പറഞ്ഞു, വേഗം വാ, കുളി കഴിഞ്ഞതിന്റെ ശേഷം ഒരു സാധനം തരാം. ഉണ്ണിക്കുട്ടൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ സാധനം? അതൊക്കെ ഉണ്ട്, വേഗം വാ. ശരി. അമ്മ ഉണ്ണിക്കുട്ടന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കുളിപ്പിക്കുമ്പോൾ യാതൊരു പ്രതിഷേധ ശബ്ദവും ഉണ്ണിക്കുട്ടൻ ഉണ്ടാക്കിയില്ല. കുളി കഴിഞ്ഞാൽ ഒരു സാധനം തരാമെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്? എന്ത് സാധനമാകുമോ എന്തോ. കുളിപ്പിക്കുമ്പോൾ അമ്മിണി അടുത്തേക്ക് വന്നു. അവളുടെ കുളി കഴിഞ്ഞിരിക്കുന്നു. പുതിയ ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. ചാന്തുപൊട്ട് തൊട്ടിട്ടുമുണ്ട്. ഇന്ന് വളരെ ഒതുങ്ങിയൊരു മട്ടിലാണ്. അമ്മിണി അടുത്തു വന്നു നിന്നിട്ടും ഉണ്ണിക്കുട്ടൻ ഒന്നും ശബ്ദിച്ചില്ല. അമ്മ മനസ്സിലാക്കട്ടെ തന്റെ മൗനത്തിന്റെ അർത്ഥം. കുളി കഴിഞ്ഞു പോരുമ്പോൾ കാളിയമ്മ ചോദിച്ചു, എന്താ സുന്ദരക്കുട്ടിക്ക് ഒരു ശരിയില്ലായ്മ? ഉണ്ണിക്കുട്ടൻ കാളിയമ്മയുടെ മുഖത്തേക്ക് തറച്ചു നോക്കി.
ആയമ്മയും കുളിച്ചു തൊഴുതിരിക്കുന്നു. ആകെയുള്ള രണ്ടിഴ തലമുടിയിൽ തുളസിപ്പൂ ചൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നുപോയി. എന്തിനാ സുന്ദരക്കുട്ടി ചിരിക്കണ്? ഒന്നും പറയാതെ ഉണ്ണിക്കുട്ടൻ ഉമ്മറത്തേക്ക് ഓടിപ്പോയി. ഉമ്മറത്ത് മുത്തച്ഛനും കുട്ടനായരും കൂടി വെളി നടാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുകയാണ്. കുട്ടേട്ടനും അവിടെ തന്നെയുണ്ട്. കുട്ടേട്ടൻ ചോദിച്ചു, വെളി നടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇല്ല, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. പിന്നെ എന്താ നിനക്കറിയ? എന്താ? തിന്നാനും വാശി പിടിച്ചു കരയാനും മാത്രം നിനക്കറിയാം അല്ലേ? ഉണ്ണിക്കുട്ടൻ കോപത്തോടെ കുട്ടേട്ടന്റെ മുഖത്തേക്ക് നോക്കി. എന്നെ അങ്ങനെ നോക്കൊന്നും വേണ്ട. അറിയില്ലെങ്കിൽ വെളി നടാനുള്ള സാധനങ്ങളുടെ പേര് കേട്ടോ. നിലപ്പന, കൃഷ്ണക്കണാന്തി, മുക്കുറ്റി, പൂവാങ്കുറുന്തല, ഒഴിഞ്ഞ, മോശമി, കുഞ്ഞുണ്ണി, ചിരുതാളി, കറുക, ചെറുള. ഇത്രയും പറഞ്ഞൊന്ന് നിർത്തി കുട്ടേട്ടൻ കുട്ടൻ നായരോട് ചോദിച്ചു, ഇനിയും വല്ലതുണ്ടോ? കുട്ടൻ നായർ കുടുകുടയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ മനപാഠമാക്കി ഇല്ലേ മിടുമിടുക്കൻ. ഉണ്ണിക്കുട്ടനും അത്ഭുതം തോന്നി. ഇതൊക്കെ കുട്ടിയേട്ടൻ എങ്ങനെയാണ് മനപാഠമാക്കിയത്? കുട്ടിയേട്ടൻ ആള് മോശമല്ലല്ലോ. പുരപ്പുറത്തും തൊഴുത്തിന്റെ പുറത്തും ഉമ്മറമുറ്റത്തുമാണ് വെളി നടേണ്ടത്. 3 സ്ഥലത്തേക്കുമുള്ള സാധനങ്ങൾ കുട്ടൻ നായർ പ്രത്യേകമായി വേർതിരിച്ചു വെച്ചു. ചെടികളുടെ വേരിന്റെ ഭാഗം വൃത്തിയായി മണ്ണുരുള കൊണ്ട് പൊതിഞ്ഞു. ചെടികളെല്ലാം മണ്ണുരുളയ്ക്കകത്ത് ഒതുങ്ങിക്കൂടി നിന്നു. കുട്ടൻ നായർ പുരപ്പുറത്തേക്ക് കയറാൻ ഒരേണി കൊണ്ടുവന്ന് ചാരി വെച്ചു. ഞാൻ കയറട്ടെ? കുട്ടേട്ടൻ ചോദിച്ചു. വേണ്ട, നല്ലൊരു ദിവസമായിട്ട് വീഴണം അല്ലേ? മുത്തച്ഛന് ദേഷ്യം കയറി. അങ്ങനെ വേണം കുട്ടേട്ടന്, ഉണ്ണിക്കുട്ടൻ വിചാരിച്ചു. കുട്ടൻ നായർ ഏണിയന്മേൽ കൂടി കയറി വെളി നട്ടു. മണ്ണുരുള ഓട്ടിൻ പുറത്തു ലേശം ചെരിച്ചു വെക്കുകയാണ് ഉണ്ടായത്. വെളി നടുമ്പോൾ പൂ വിളിച്ചത് കുട്ടേട്ടനാണ്. ഉണ്ണിക്കുട്ടൻ ഏറ്റുകൂവ് മാത്രമേ ചെയ്തുള്ളൂ. രണ്ടാമത്തെ വെളി മുറ്റത്തിന്റെ ഒരരുകിൽ ചെറിയൊരു കുഴി കുത്തി കുഴിച്ചിട്ടു. അപ്പോഴും കുട്ടേട്ടൻ പൂ വിളിച്ചു. ഇനി തൊഴുത്തിൻ പുറത്തു നടണമല്ലോ. കുട്ടൻ നായർ വെളിയുമായി തൊഴുത്തിലേക്ക് നടന്നു. പുറകെ ഉണ്ണിക്കുട്ടനും കൂടി. അപ്പോഴേക്കും കുട്ടേട്ടൻ മുമ്പിൽ ഓടി എത്തിക്കഴിഞ്ഞു. കുട്ടൻ നായർ തൊഴുത്തിൻ പുറത്ത് കയറാതെ താഴത്തു തന്നെ നിന്നുകൊണ്ട് വെളി പുറത്തേക്കെറിഞ്ഞു. തൊഴുത്തിൻ പുറത്തിന്റെ നടുക്ക് തന്നെ അത് ചെന്ന് വീഴുകയും ചെയ്തു. ഭേഷ്! ഇപ്പോൾ പൂ വിളിച്ചത് ഉണ്ണിക്കുട്ടനാണ്. പ്രതിഷേധം കൊണ്ടാകാം കുട്ടേട്ടൻ കൂകാൻ കൂടിയില്ല. ശരി, പോവാ. കുട്ടൻ നായർ ഉമ്മറത്തേക്ക് നടന്നു. പുറകെ ഉണ്ണിക്കുട്ടനും കുട്ടേട്ടനും. നടക്കുന്നതിനിടയിൽ തൊഴുത്തിൻ പുറത്തേക്ക് ഉണ്ണിക്കുട്ടനൊന്ന് തിരിഞ്ഞു നോക്കി. വെളി നട്ടത് അവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്. മഴ ശക്തിയായി പെയ്താൽ അത് ഒഴുകിപ്പോകുമോ എന്തോ. മുറ്റത്തെത്തിയപ്പോൾ മുത്തച്ഛൻ ചോദിച്ചു, എന്താ, ഒക്കെ കണ്ടില്ലേ? ഉണ്ണിക്കുട്ടൻ ചിരിച്ചു. അമ്മിണി പാൽക്കിണ്ടിയുടെ അടപ്പുമായി ഉമ്മറത്തുണ്ട്. കണ്ണിൽ മഷി എഴുതിയത് കുറേശ്ശെ കവിളത്തേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുന്നു. അവളെ കണ്ടിട്ട് ഒരു കരച്ചിൽ നടത്തിയ മട്ടുണ്ട്. എന്തിനാണാവോ കരഞ്ഞത്? പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഒരു കുരുത്തം കെട്ട മഴ, മുത്തച്ഛൻ ഈർഷ്യയോടെ പറഞ്ഞു. മുണ്ടി മുറ്റത്തുകൂടെ അടുക്കള മുറ്റത്തേക്ക് പോകുന്നത് കണ്ടു. അവളുടെ കയ്യിൽ ഒരു ഇലപ്പൊതിയുണ്ട്. എന്താണതെന്നറിയാൻ ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് ചെന്നു. മുണ്ടി പൊതി അമ്മയ്ക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ ചോദിച്ചു, എന്താ അത്? മൈലാഞ്ചി. നോക്കട്ടെ. മൈലാഞ്ചിയുടെ ഇല എന്താ അത്ര നോക്കാനുള്ളത്? എന്തിനാ അത്? അരച്ചിടാൻ. എല്ലാവരും അരച്ചിടുവോ? ഇല്ല, പെണ്ണുങ്ങൾ മാത്രം, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കർക്കിടക മാസം 1-ാം തീയതി എന്തിനാണാവോ മൈലാഞ്ചി അരച്ചിടുന്നത്? അതാകട്ടെ പെണ്ണുങ്ങൾ മാത്രം. ആണുങ്ങൾക്ക് മൈലാഞ്ചി അരച്ചിട്ടാലെന്താ? പെണ്ണുങ്ങളെല്ലാം മൈലാഞ്ചി അരച്ചിടുമെന്നല്ലേ പറയുന്നത്? അപ്പോൾ അമ്മിണിയും അവളുടെ കുഞ്ഞു കയ്യിൽ മൈലാഞ്ചി ഇടും. എന്നിട്ട് കുറെ കഴിഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും മൈലാഞ്ചി തുടച്ചു നീക്കി കളയുമ്പോൾ കൈകൾ തുടുതുടുന്നനെ ഇരിക്കും. എന്തൊരു ഭംഗിയാവും കാണാൻ. അവളുടെ തുടുതുടുന്നനെയുള്ള 2 കുഞ്ഞിക്കൈകളിലും ഉമ്മ വെക്കണം. കർക്കിടക മാസം കഴിഞ്ഞു. ചിങ്ങമാസം പിറന്നു. ഇപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്കേ പെയ്യുന്നുള്ളൂ. ഇളം വെയിലുള്ള ദിവസങ്ങളാണ് അധികവും. പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിനു ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. കുളത്തിലെ വെള്ളം 2-3 പടവുകൾ ഇറങ്ങി താഴ്ന്നു പോയിരിക്കുന്നു. ഇനി കുറച്ചു ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും കുളത്തിലെ വെള്ളത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് നിൽക്കും. അപ്പോൾ റോട്ടരികിലെ വെള്ളച്ചാലിൽ മീൻ പിടിക്കാൻ ആരും വരില്ല. വെള്ളച്ചാൽ വരണ്ടുണങ്ങി കിടക്കുകയായിരിക്കുമല്ലോ.
മീൻപിടുത്തക്കാരൻ മാപ്പിള പിന്നെ എവിടെ നിന്നാവോ മീൻ പിടിക്കുക? തൊടിയിൽ അവിടെ ഇവിടെയായി ഓണപ്പൂക്കൾ പുഞ്ചിരിച്ചു നിൽക്കുന്നു. രാവിലെയും വൈകുന്നേരവും തൊടിയിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനാണ് ഉണ്ണിക്കുട്ടന് ഇഷ്ടം. ഉച്ചവെയിലിൽ തൊടിയിലേക്ക് നോക്കാൻ സുഖമില്ല. ഇലകൾക്കും പൂക്കൾക്കുമെല്ലാം ഒരു വാട്ടം തട്ടിയിരിക്കുന്നത് പോലെയാണ് അപ്പോൾ തോന്നുക. തൊടിയിൽ ഓണപ്പൂക്കൾ മാത്രമല്ല, മറ്റു പല വിധത്തിലുള്ള പൂക്കളുമുണ്ട്. പൂക്കളില്ലാത്ത ഒരൊറ്റ ചെടി പോലും തൊടിയിലുണ്ടെന്ന് തോന്നുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും പച്ച തടപ്പിൽ നിന്നും പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കളാണ്. തൊഴുത്തിന്റെ മുകളിലെമ്പാടും മത്തൻ പൂക്കൾ, കിണറ്റിൻകരയിലുള്ള പന്തലിലെല്ലാം കുമ്പളപ്പൂക്കൾ, പിന്നെ തൊടിയിൽ അവിടെ ഇവിടെയായി ഞെടിയിൽ പടരുന്ന കയ്പവള്ളികളിലും പയറിൻ വള്ളികളിലുമെല്ലാം പൂക്കൾ തന്നെ. പയറിൻ പൂക്കൾക്ക് ഇത്ര ഭംഗിയുണ്ടാകുമെന്ന് ഉണ്ണിക്കുട്ടൻ വിചാരിച്ചതല്ല. നീല നിറത്തിലുള്ള പയറിൻ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണ്! പയറിൻ പൂക്കൾ അമ്പലത്തിൽ പൂജയ്ക്കെടുക്കാത്തത് എന്താണ്? മത്തൻ പൂക്കളും കുമ്പളപ്പൂക്കളും പൂജയ്ക്കെടുക്കുന്നില്ലെങ്കിലും സാരമില്ല, പയറിൻ പൂക്കൾ പൂജയ്ക്കെടുക്കുക തന്നെ വേണം എന്നാണ് ഉണ്ണിക്കുട്ടന്റെ പക്ഷം. നല്ലതുപോലെ തേച്ചു മിനുക്കിയ പൂജാപാത്രങ്ങളിൽ തുളസിപ്പൂക്കളുടെയും തെച്ചിപ്പൂക്കളുടെയും ചെമ്പരത്തിപ്പൂക്കളുടെയും ഇടയ്ക്കു പയറിൻ പൂക്കളും ഉണ്ടാകേണ്ടതാണ്. പയറിൻ പൂക്കൾ പൂജയ്ക്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അപ്പു നമ്പീശനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അത് പാടില്ലെന്നു പറഞ്ഞു. അതിനുള്ള കാരണം പറഞ്ഞു മനസ്സിലാക്കിയതുമില്ല. പയറിൻ പൂക്കളെ പോലെ തന്നെ പയറുപ്പേരിയും ഉണ്ണിക്കുട്ടന് വളരെ ഇഷ്ടമാണ്. നല്ലപോലെ വെളിച്ചെണ്ണയിൽ പുരട്ടി പുരട്ടിയെടുത്ത പയറുപ്പേരിയും പുളിച്ച മോരുമുണ്ടെങ്കിൽ പിന്നെ ഉണ്ണാൻ മറ്റൊന്നും വേണ്ട, അത്രയ്ക്ക് സ്വാദാണ്. കുട്ടേട്ടന് ഇഷ്ടം വെണ്ടയ്ക്ക സാമ്പാറാണ്. വെണ്ടയും ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ കുട്ടൻ നായർ ഉണ്ടാക്കിയതാണ്. മുത്തശ്ശിയുടെ മുറിയിലെ ജനാലയിൽ കൂടി നോക്കിയാൽ വെണ്ടച്ചെടികൾ കാണാം. മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ കുട്ടൻ നായർ വെണ്ട വിത്തുകൾ കുത്തിയിട്ടിരുന്നു. ആദ്യം ചെറിയ കുഴികൾ കുത്തി, അതിലെല്ലാം ചമ്മലയിട്ട് കത്തിച്ച് ചാമ്പലാക്കി. എന്നിട്ട് അതിൽ ചാണകപ്പൊടി ചേർത്തിളക്കി പദവും നിരപ്പും വരുത്തിയ ശേഷമാണ് വെണ്ട വിത്തുകൾ കുത്തിയിട്ടത്. മഴ തുടങ്ങുന്നതുവരെ എല്ലാ ദിവസവും വെള്ളം കോരി നനച്ചത് കാളിയമ്മയാണ്. മഴക്കാലം തുടങ്ങിയപ്പോഴേക്കും വെണ്ടത്തൈകൾ പുളച്ചു വളരാൻ തുടങ്ങി. ഇപ്പോൾ വെണ്ടത്തൈകളിലെല്ലാം ധാരാളം വെണ്ടയ്ക്കയും പൂക്കളും ഉണ്ട്. മുത്തച്ഛൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെണ്ടയ്ക്കകൾ അറുത്തെടുക്കും. മുത്തച്ഛൻ ഇപ്പോൾ എല്ലാ ദിവസവും പാടത്തേക്ക് പോകാറില്ല. കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പാടത്തു ചെന്നൊന്ന് നോക്കും, അത്ര തന്നെ. കുട്ടൻ നായരുണ്ടല്ലോ ദിവസവും പോയി നോക്കാൻ. ഒരു ശനിയാഴ്ച ദിവസം അച്ഛനൊഴികെ വീട്ടിലുള്ളവരെല്ലാം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉമ്മർത്തിരിക്കുകയായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, മറ്റന്നാൾ അത്തമായി. അത്തം 10 തിരുവോണം എന്നാണ്. അതിനെന്താ, ഓണം വന്നോട്ടെ. കൂട്ടാൻ വെക്കാനുള്ളതൊക്കെ തൊടിയിലുണ്ട്. തൈരും നേന്ത്രപ്പഴവും പപ്പടവും വാങ്ങണം, അത്ര തന്നെ. മുത്തച്ഛൻ തൊടിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ ഉത്സാഹത്തോടെ ചോദിച്ചു, ഓണപ്പട വാങ്ങണ്ടേ? കുട്ടേട്ടൻ ഉണ്ണിക്കുട്ടനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, ഓണപ്പട അത്രേ, ഓണപ്പുടവ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അത്രയ്ക്കല്ലേ ആയിട്ടുള്ളൂ. അങ്ങനൊക്കെ പറഞ്ഞാ മതി. മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ പിന്താങ്ങി. ചെരിഞ്ഞു കിടക്കുന്ന അമ്മയെ പറ്റിപ്പിടിച്ചു കിടന്നിരുന്ന അമ്മിണി എഴുന്നേറ്റിരുന്നു. ഓണപ്പടയ്ക്കും വേണം. തരാം, മുത്തച്ഛന്റെ കുട്ടിക്ക് മുത്തച്ഛനൊരു കുഞ്ഞി പാവുമുണ്ട് തരാം, പോരെ? മുത്തച്ഛൻ വാത്സല്യത്തോടെ പറഞ്ഞു. അമ്മിണി സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി ചിരിച്ചു. എനിക്ക് ഷർട്ടും നിക്കറും മതി, കുട്ടേട്ടന്റെ അഭിപ്രായമാണ്. ഓണപ്പുടവ ഷർട്ടും നിക്കറും ഒന്നുമല്ല, പാവുമുണ്ടാണ് മുത്തശ്ശി. മുത്തശ്ശിയുടെ ആ അഭിപ്രായം ഉണ്ണിക്കുട്ടന് ഇഷ്ടപ്പെട്ടില്ല. ഓണപ്പുടവയായി ഷർട്ടും നിക്കറും കിട്ടുക തന്നെയാണ് നല്ലത്. പാവുമുണ്ട് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? പാവുമുണ്ടെടുത്ത് സ്കൂളിൽ പോകാൻ പറ്റുമോ? അതൊക്കെ പോകട്ടെ, ഉണ്ണിക്കുട്ടന് മുണ്ടെടുത്താൽ അരയിൽ ഉറക്കില്ല. അതിനെന്താണ് ചെയ്യുക? ഉണ്ണിക്കുട്ടൻ മുത്തച്ഛനോട് പറഞ്ഞു, ഇക്കും ഷർട്ടും നിക്കറും മതി. അതൊക്കെ പിന്നീട് ആലോചിക്കാം. അകത്ത് പോയി ആ ചെല്ലൊന്ന് കൊണ്ടുവന്ന്. ഉണ്ണിക്കുട്ടൻ അകത്ത് പോയി ചെല്ലം കൊണ്ടുവന്ന് കൊടുത്തു. മുത്തച്ഛൻ ചെല്ലം തുറന്നു മുറുക്കി. ഇതിനിടയിൽ ഓണക്കാര്യം സംസാരിച്ചു തീർന്നിരുന്നു. ഓണക്കാര്യം ഇത്ര വേഗം സംസാരിച്ചു തീർത്തതിൽ ഉണ്ണിക്കുട്ടന് വിഷമം തോന്നി. ഏതായാലും ഇപ്പോ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, സൗകര്യം പോലെ പിന്നീട് ഒരിക്കലാവാം. ഉണ്ണിക്കുട്ടൻ പടിക്കിലേക്ക് നോക്കിക്കൊണ്ട് ബെഞ്ചിൽ ചെരിഞ്ഞു കിടന്നു. റോഡിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ ഓടിപ്പോകുന്നുണ്ട്. പിന്നിൽ വലിയൊരു പെട്രോൾ ടാങ്ക് ഘടിപ്പിച്ച ലോറി ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ
ഉണ്ണിക്കുട്ടൻ അത്ഭുതഭാവത്തോടെ ബെഞ്ചിൽ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും ലോറി ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. കുട്ടേട്ടൻ പറഞ്ഞു, പെട്രോൾ ടാങ്കാണ്. കുട്ടേട്ടൻ പറയാതെ തന്നെ ഉണ്ണിക്കുട്ടൻ അതറിയാം. പെട്രോൾ ടാങ്ക് കാണാൻ ബഹുഭംഗിയുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിൽ ഘടിപ്പിച്ച പെട്രോൾ ടാങ്കിന്റെ മുകളിൽ കയറിയിരുന്നു യാത്ര ചെയ്യുവാൻ പറ്റുമോ? ആരും അങ്ങനെ യാത്ര ചെയ്യുന്നതായി കണ്ടിട്ടില്ല. ഇപ്പോൾ പെട്രോൾ ടാങ്ക് ഘടിപ്പിച്ച ലോറി എവിടെ എത്തിയിട്ടുണ്ടാകും? തട്ടാർക്കുന്നം കയറുകയാവുമോ? അതോ കയറ്റം കയറി കാണുമോ? ഉണ്ണിക്കുട്ടൻ ദൃഷ്ടികൾ തൊടിയിലെ പച്ചപ്പിലേക്ക് പായിച്ചുകൊണ്ട് വീണ്ടും ബെഞ്ചിൽ തന്നെ ചെരിഞ്ഞു കിടന്നു. തൊടി വെയിലിൽ കുളിച്ചു കിടക്കുകയാണ്. പച്ചിലകൾക്കും പൂക്കൾക്കുമെല്ലാം ഒരു വാട്ടം പറ്റിയതുപോലെയുണ്ട്. വെയിലേൽക്കുന്നത് കൊണ്ടാവും തൊടി കാണാൻ ഭംഗി രാവിലെയും വൈകുന്നേരവുമാണെന്ന് ഒരിക്കൽ കൂടി ഉണ്ണിക്കുട്ടൻ ഓർത്തു. റോഡിൽ ഒരു കാറു പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തുന്ന ശബ്ദം കേട്ടു. എന്താണാവോ കാരണം? വല്ല സൈക്കിളുമായോ മറ്റോ കൂട്ടിമുട്ടാൻ ഭാവിച്ചോ എന്തോ? അന്നാളൊരു ദിവസം പാൽ വിൽപ്പനക്കാരന്റെ സൈക്കിൾ എതിർഭാഗത്തു നിന്നും ഓടി വരുന്ന ഒരു കാറിനെ തൊട്ടുരുമ്മിപ്പോയത് കണ്ടതാണ്. പേടിച്ചു വിറച്ചുപോയി. പാൽ വിൽപ്പനക്കാരനും സൈക്കിളും പാൽപാത്രങ്ങളും എല്ലാം കാറിനടിയിൽ പെട്ടുപോയെന്നാണ് ഉണ്ണിക്കുട്ടൻ ആദ്യം കരുതിയത്. വല്ലാത്തൊരു രംഗം തന്നെയായിരുന്നു അത്. പാൽ വിൽപ്പനക്കാരന് നല്ല സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നു എന്നത് തീർച്ച. സൈക്കിൾ ഓടിക്കുന്നവന് നല്ല ബാലൻസ് വേണം. ചെറുപ്പത്തിൽ തന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാലേ നല്ല ബാലൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ആരാണു പറഞ്ഞത്? ഓർമ്മ തോന്നുന്നില്ല. അപ്പുണ്ണിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം. ഉയരമുള്ള സൈക്കിളാണെങ്കിൽ കാലുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടുകൊണ്ടാണ് അവൻ ചവിട്ടുക. സീറ്റിൽ കയറിയിരുന്നാൽ കാലുകൾ എത്തില്ല. തനിക്കും സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം. കുട്ടേട്ടൻ ഇപ്പോൾ തന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കണമെന്ന് പറഞ്ഞ് അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മ അനുവദിക്കുമോ ആവോ? കണ്ടു തന്നെ അറിയണം. ഉമ്മർത്ത് ആരും ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. എന്താണ് ഇത്ര ക്ഷീണം? അമ്മിണിയും കൂടി അമ്മയെ പറ്റിപ്പിടിച്ച് കണ്ണുകൾ മിഴിച്ചു കിടക്കുന്നു. വല്ലതും ആലോചിക്കുന്നുണ്ടോ ആവോ?